എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നീരജ എം ജെ. നമ്മുടെ ടാർഗറ്റ് ഗവൺമെൻറ് നഴ്സിംഗ് ജോബ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ PSCtalksഉം മെഡിക്കോസും ചേർന്ന് ഒരുക്കുന്ന ഒരു പുതിയ പ്രോഗ്രാമാണ് ടാർഗറ്റ് ഗവൺമെൻറ് നഴ്സിംഗ് ജോബ്സ്. അപ്പോൾ ഒരു സർക്കാർ ജോലിയിൽ എത്തുവാനുള്ള പരിശ്രമം നിങ്ങളെല്ലാവരും തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഇനി തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒട്ടും തന്നെ വൈകിയിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ഫിസിയോളജിയിലെ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കറിയാം ഇതാണ് ഹാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യൽ സിസ്റ്റം ദാറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്. നമ്മുടെ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഹാർട്ടിലൂടെ സഞ്ചരിച്ച് പോയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടക്ഷൻ ഓഫ് ഇതാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ടിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിലൊരു സ്പെഷ്യൽ പാത്വേ ആണ്. അപ്പോൾ അതിലുള്ള കമ്പോണൻസ്, കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അതിലുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് SA നോഡ് അഥവാ സൈനോ ഏട്രിയൽ നോഡ്. ഓക്കെ, SA നോഡ്, അത് കഴിഞ്ഞിട്ട് AV നോഡ് അല്ലെങ്കിൽ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. അപ്പം ഈ SA നോഡ് എന്ന് പറയുന്നതാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഇനിഷ്യലി ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് SA നോഡാണ്. അപ്പം ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ ഹാർട്ടിൻ്റെ നമ്മുടെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് ഏതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൈനോ ഏട്രിയൽ നോഡ്, SA നോഡാണ്. ഓക്കെ, SA നോഡ്, AV നോഡ്, അത് കഴിഞ്ഞ് ബണ്ടിൽ ഓഫ് ഹിസ്. ആ ബണ്ടിൽ ഓഫ് ഹിസിൽ തന്നെ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, പിന്നെ പർക്കിഞ്ചി ഫൈബേഴ്സ്. ഓക്കെ, SA നോഡ്, ഇവിടെയാണ് SA നോഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് SA നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്ത് AV നോഡിൽ പോകുന്നു. പിന്നെ ഒരു ബണ്ടിലാണ്, അത് ബണ്ടിൽ ഓഫ് ഹിസ്. പിന്നെ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, പിന്നെ ഉള്ള ഫൈബേഴ്സ് ഇതെല്ലാം പർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ടിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പം SA നോഡിനെ പറ്റി ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. അപ്പോൾ SA നോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹോർഷൂ ഷേപ്പാണ്. അതുപോലെ തന്നെ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം. നമുക്കറിയാം നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ടല്ലേ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ റൈറ്റ് കോർണറിലാണ് SA നോഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. SA നോഡിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാർട്ടിൽ ഇത്രയും കമ്പോണൻസ് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് SA നോഡാണ്. അതുകൊണ്ടാണ് അതിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, പേസ് മേക്കർ, മാക്സിമം ഇമ്പൾസ് 70 to 80 per minute. ഓക്കെ, അപ്പം നമ്മുടെ കാർഡിയക് മസിൽ ഒരു ടൈപ്പ് ഓഫ് മസിലാണല്ലോ, അത് കൺട്രാക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇനിഷ്യേഷൻ തുടങ്ങുന്നത് SA നോഡിലാണ്. നെക്സ്റ്റ് വരുന്നത് AV നോഡ് അല്ലെങ്കിൽ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. AV നോഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ. ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് AV നോഡ് പ്രസൻറ്റ് ചെയ്യുന്നത് ആൻഡ് ക്ലോസ് ടു ദി AV ഓപ്പണിംഗ്. ഈ പിക്ചറിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ, ഇതാണ്. ഓക്കെ, ക്ലോസ് ടു ദി ഏട്രിയം വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് AV നോഡ്, ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. ആ പേരിൽ തന്നെ നമുക്കുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് 50 to 60, അതായത് SA നോഡിനെക്കാളും കുറച്ചുകൂടെ കുറവ്. SA നോഡിൽ നമ്മൾ പറഞ്ഞു 70 to 80, അപ്പം AV നോഡിൽ 50 to 60 per minute. പിന്നെ വരുന്നത് ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ എന്ന് പറയും. അതിന് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫൈബേഴ്സാണ് പർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ് മയോകാർഡിയൽ സെൽസ് ആണ്. ഈ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു മയോകാർഡിയൽ സെൽസ് ആണ്. നമ്മുടെ ഹാർട്ടിനുള്ള ഇന്നർ കവറിങ്ങിനെയാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നർ കവറിങ് എന്ന് പറയുന്നത് എൻഡോകാർഡിയമാണ്. അതിൻ്റെ നടുക്കിലുള്ള കവറിങ്, മിഡിൽ കവറിങ്ങിനാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് 15 to 40 ഇമ്പൾസസ് പെർ മിനിറ്റ് ആണ് നമ്മുടെ പർക്കിഞ്ചി ഫൈബേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 15 to 40 ഇമ്പൾസസ് ആണ്.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എസ് എ നോഡിൽ നിന്ന് എ വി നോഡിൽ പോകുന്നു, പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, പിന്നെ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, പിന്നെ വരുന്നത് പെർക്കിഞ്ചി ഫൈബേഴ്സ്. ഓക്കെ, ഇനി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കോർ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ വരുന്ന കമ്പോണൻസ്, അതിൻ്റെ ഇമ്പൾസസ്. പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് സൈനോ ഏട്രിയൽ നോഡാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പൾസസ് എന്ന് പറയുന്നത് 70 to 80 ആണ്. എ വി നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 40 to 50 ആണ്. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ വരുന്ന ലാസ്റ്റ് ബണ്ടിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് വരുന്നുണ്ട്, പിന്നെ പെർക്കിഞ്ചി ഫൈബേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ക്ലിനിക്കൽ റെലവൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. അത് ലൈക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ ഇതൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് അല്ലേ. ഇപ്പം എന്തെങ്കിലും ഹാർട്ട് പേഷ്യൻസ്, ഹാർട്ട് ബ്ലോക്കുള്ള പേഷ്യൻസ്, എസ് എ നോഡ് ഇമ്പയർഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഇൻസേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ടഡ് ഇൻ ടു ദ ചെസ്റ്റ് അണ്ടർ ദി ലെഫ്റ്റ് ക്ലാവിക്കിൾ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബോണിനാണ് ലെഫ്റ്റ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ബിലോ ആണ് അത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ടാക്കിക്കാർഡിയ? ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ. അത് നോർമൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 70 to 80 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലുള്ളത്, ഓക്കെ, അതിനെയാണ് ടാക്കിക്കാർഡിയ എന്ന് പറയുന്നത്. ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത് ബിലോ 60 വരുന്നതിനാണ്, ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ് വരുന്നതാണ് ബ്രാഡിക്കാർഡിയ. അതായത് ഹാർട്ട് ബീറ്റ് കുറവുള്ള സിറ്റുവേഷൻ വരുന്നതാണ് ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. സോ ബണ്ടിൽ ഓഫ് ഹിസ് ഇസ് എ പാർട്ട് ഓഫ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗൻസ് ഇൻ ഹ്യൂമൻസ്. ഇത് പ്രീവിയസ് ഒരു PSC എക്സാമിന് ചോദിച്ച 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബണ്ടിൽ ഓഫ് ഹിസ് ഇസ് എ പാർട്ട് ഓഫ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗൻസ് ഇൻ ഹ്യൂമൻസ്. ഏതാണിതിൽ? ഈസിയാണ്, ഹാർട്ട് അല്ലേ. ഹാർട്ടിലെ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഒരു കമ്പോണൻ്റ് ആണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. അതുപോലെ വിച്ച് പാർട്ട് ഓഫ് ദ ഹാർട്ട് ഇനിഷ്യേറ്റ്സ് ദ ഹാർട്ട് ബീറ്റ്. ഏത് പാർട്ടാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ഏതാണ് ഈ ഓപ്ഷൻസ്? എസ് എ നോഡ്, എ വി നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പെർക്കിഞ്ചി ഫൈബേഴ്സ്. നമുക്കറിയാം എന്താണ് ആൻസർ. എസ് എ നോഡ്, സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാക്കുന്നത് എസ് എ നോഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഷോർട്ട് ക്ലാസ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട്. ഇതുപോലെ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോർ ഏരിയ എന്ന് മാത്രമായിരിക്കും നമ്മൾ എന്താ പറയുക ടോപ്പിക്സ് എടുത്ത് നമുക്ക് കോച്ചിങ് തരുന്നത്. നിങ്ങൾക്കിതിൽ ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ്, ടെസ്റ്റുകൾ, അതോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ മെൻറ്റർഷിപ്പ് എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.